ബേലിയ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ എൻ്റെ ചെടികൾക്ക് വേണ്ടിയിട്ട് വാങ്ങിയ ഒരു സ്റ്റിക്കാണ് കേട്ടോ. ഞാൻ നേരത്തെ ഇങ്ങനെ കോലും കൊണ്ടൊക്കെ കുത്തിയൊക്കെ വെച്ചുകൊണ്ടിരുന്നു, അല്ലെങ്കിൽ കെട്ടി വെക്കും, കോലുമേൽ കെട്ടി വെക്കുക അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ അതിൻ്റെ കൂടെ കോല് ഊരിപ്പോവും, വള്ളി കെട്ടായിട്ട് കെട്ടിപ്പിടിച്ച് കിടക്കുകയും ചെയ്യും. അപ്പോൾ ഞാൻ ഇങ്ങനെ മീഷോയിൽ ഇങ്ങനെ കണ്ടതാണ്, അപ്പോൾ വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ജമന്തി ഇതുപോലെയൊക്കെ ഈ ഇലകളൊക്കെ തണ്ടോട് കൂടിയൊക്കെ ആണെങ്കിൽ തളർന്ന് അങ്ങനെ താഴെ ചാടി, അതൊരു സപ്പോർട്ട് വേണ്ട ചെടികളൊക്കെ ഉണ്ടല്ലോ ജമന്തി പോലെയൊക്കെ ഉള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ചെടിക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാനിത് വാങ്ങിയത് കേട്ടോ. അപ്പം ഇതൊരു സപ്പോർട്ടായിട്ട് നിൽക്കും. അപ്പോൾ ഇങ്ങനത്തെ ഇതിൻ്റെയൊക്കെ പൂക്കളാണെങ്കിൽ ആ പൂക്കൾക്കാണെങ്കിൽ ഇങ്ങനെ കോലുപോലെ വന്നിട്ട് വളഞ്ഞു പോകുമല്ലോ. അപ്പം അതൊക്കെ ഒന്ന് നേരെയായിട്ട് നിർത്താനായിട്ടാണ് ഞാനിത് വാങ്ങിയത്. അപ്പോൾ ഇതിൻ്റെ ഈ പൂവൊക്കെ ആണെങ്കിൽ തണ്ടൊക്കെ ഇങ്ങനെ ഇതിനകത്തേക്ക് കൊളുത്തിരുവാണെങ്കിൽ അതങ്ങനെ സ്റ്റഡിയായിട്ട് നല്ല ഭംഗിയായിട്ട് ആ പൂക്കളൊക്കെ നേരെ നിന്നോളും കേട്ടോ. ഇപ്പോൾ ജമന്തി ആണെങ്കിൽ അത് പിടിച്ച് വരുമ്പോഴേക്കും അതിൻ്റെ തണ്ടിന് വിലയില്ലല്ലോ, അതിങ്ങനെ വളഞ്ഞു പോകുമല്ലോ. അപ്പോൾ ഇതുപോലെ അതിൻ്റെ ആ സ്റ്റിക്കിൽ കെട്ടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നേരെ സ്റ്റഡിയായിട്ട് നേരെ വളർന്ന് വരികയും ചെയ്യും. ആ പൂക്കൾക്കും ഒരു സപ്പോർട്ടാവും, തണ്ടുകൾക്കും സപ്പോർട്ടാവും. ഈ ചെടിയാണെങ്കിൽ അതുപോലെ ഇതിൻ്റെ പേരറിയില്ല കേട്ടോ, നല്ല വിലയുള്ളൊരു പൂവിൻ്റെ ചെടിയാണ് കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ ശംഖുപുഷ്പം കുറേ മൂടുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു ചെടിച്ചെടി തന്നെ 1-2 മൂടായിട്ട് 2 ചെടിച്ചെടി ഉണ്ട് കേട്ടോ. അപ്പോൾ അതാണെങ്കിൽ ഇങ്ങനെ ഒത്തിരി വളർന്നിട്ട് അങ്ങ് താഴെ മുട്ടി തുടങ്ങി. അപ്പോൾ ഇത് രണ്ടിലും ഞാനിങ്ങനെ കോല് കൊണ്ട് സപ്പോർട്ട് കൊടുത്തായിരുന്നേ. പക്ഷേ ആ കോലും ഊരിപ്പോയി കേട്ടോ. ആ വള്ളിയാണെങ്കിൽ അതിനകത്ത് കെട്ടിപ്പിടിച്ച് കിടക്കുകയും ചെയ്തേ. തന്നെയല്ല, ഇതാണെങ്കിൽ കുറേ വളർന്നിട്ട് അങ്ങ് സപ്പോർട്ട് ചെയ്തിടാൻ നമുക്ക് വേറൊരു ഇതില്ല, നമുക്ക് മതിലൊന്നും നമുക്ക് പടത്തി വിടാനും പറ്റില്ല. അപ്പോൾ ചെടിച്ചെടി തന്നെ എനിക്ക് വളർത്താനേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതുപോലെ സ്റ്റിക്ക് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ സ്റ്റേഡിയായിട്ട് നേരെ വളരുകയും ചെയ്യുമല്ലോ. തന്നെയല്ല, ഇങ്ങനെ പടത്തി വരാൻ സ്ഥലമില്ലാത്ത കാരണം ഞാൻ കുറച്ച് മേളിൽ നിന്ന് വെട്ടിക്കളഞ്ഞ കേട്ടോ. അപ്പോൾ അതൊരു ലെവലാക്കി വിട്ടു കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഞാൻ കൊളുത്തി വെച്ചപ്പോൾ കാണാനൊരു ഭംഗിയായത് കേട്ടോ. പിന്നെ ഞാൻ കാണിക്കണതൊരു മണി ബോക്സാണ് കേട്ടോ. അപ്പോൾ ഇതാണെങ്കിൽ നേരത്തെ ഞാൻ ഒരെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇതല്ല കേട്ടോ, നമ്മൾ സാധാരണ സിമ്പിൾ മോഡലുണ്ടല്ലോ, ഈ ബ്ലാക്ക് കളറിലെ റൗണ്ട് ഷേപ്പിലുള്ള. അപ്പോൾ അതായിരുന്നു കേട്ടോ. അപ്പം മറ്റേ പ്ലാസ്റ്റിക്കിൻ്റെ അത് പൊട്ടിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ വേറൊരെണ്ണം വാങ്ങണമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഓർത്തില്ല കേട്ടോ, മറന്നുപോയി. പിന്നെ ഈ മീഷോയിൽ ഇത് കണ്ടപ്പോൾ പിന്നെ ഞാൻ ഓർഡർ ചെയ്തതാണ്. ഇതിനകത്താണെങ്കിൽ 200, 500, 100 ഒക്കെ വെച്ചിട്ടിടാം കേട്ടോ. നമുക്ക് സാല കിട്ടുന്ന സമയത്തോ അല്ലെങ്കിൽ എന്നും കൊടുക്കാൻ പറ്റുമെങ്കിൽ എന്നും കൊടുക്കുമോ അങ്ങനെയൊക്കെ ചെയ്യുമ്പം നമ്മൾക്ക് പലതുള്ളി പെരുവെള്ളം എന്ന് പറയില്ലേ, അതുപോലെ നമുക്കൊരു ദിവസം 10 രൂപ പോലും നമുക്കതൊരു സമ്പാദ്യമാണ്, പലതുള്ളി പെരുവെള്ളമാണ്. അങ്ങനെ പിള്ളേർക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചൊരു ബോക്സാണ് അത് കേട്ടോ. 1,20,000 രൂപയുടെ സേവിങ്സാണ് അതിനകത്ത് ടോട്ടൽ അത് കൊടുത്തേക്കണത്. ഇത് ഞാൻ വാങ്ങിയപ്പോൾ അഭിമോള് പറഞ്ഞു അബിക്ക് ലോക്കുള്ളതായിരുന്നു വേണ്ടതെന്നേ. പിന്നെ ഞാൻ അടുത്തത് കാണിക്കുന്നത് DAP ഫെർട്ടിലൈസറാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇത് വാങ്ങണത്. ചെടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, എവിടെ കിട്ടിയാലും കൊണ്ട് നടുകയും ചെയ്യും. മുട്ടത്തോട്, ഉള്ളിത്തൊലി അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഞാൻ ഇതുവരെ ചെടിക്കിട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അടുത്തത് ഈ ക്ലിപ്പുകൾ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന പാക്കറ്റൊക്കെ ഉണ്ടല്ലോ, നമ്മളിപ്പോൾ കടയിൽ നിന്ന് വാങ്ങുന്ന പാക്കറ്റുകളൊക്കെ ഓപ്പൺ ചെയ്തതിന് ശേഷം ഞാൻ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതാണെങ്കിൽ നമുക്ക് ഇതുപോലെ ആ ഓപ്പൺ ചെയ്ത ആ ഒരു മേലത്തെ ഭാഗം നമുക്ക് ക്ലിപ്പ് ചെയ്ത് വെക്കാൻ പറ്റുമേ. ഇതിൻ്റെ 3 സൈസ് ഉണ്ട് കേട്ടോ, ലാർജ്, മീഡിയം, സ്മോൾ, അങ്ങനെ ഒരു കളർ തന്നെ 3 സൈസിലുണ്ട് കേട്ടോ. അങ്ങനെ പല കളറിലാണ് വന്നേക്കണത്, നല്ല ഭംഗിയുണ്ട് അത് കാണാനായിട്ട് കേട്ടോ. ഇത് ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഞാൻ വീഡിയോയിൽ കാണിച്ചിരുന്നു, പുതിനയെല്ലാം വെള്ളത്തിലിട്ട് വളർത്തുന്ന കാര്യം. ഇതിപ്പോൾ ഞാൻ ആ വീഡിയോ ചെയ്തതിൻ്റെ അന്ന് ഇട്ടതാണ് വെള്ളത്തിൽ. ഇപ്പോൾ അതിൻ്റെ അടിയിൽ വേര് വന്നു തുടങ്ങി കേട്ടോ. അതിൻ്റെ അടിയിൽ വെള്ളത്തിൽ കിടക്കുന്ന ഭാഗത്തുകൂടി ഇലകൾ വന്നു തുടങ്ങി, അതിൻ്റെ മുകൾ ഭാഗത്തും എല്ലാം പുതിയ ഇലകൾ വന്നു തുടങ്ങി. നല്ലൊരു മണമാണ് കിച്ചണിൽ ഇരിക്കുമ്പോൾ കേട്ടോ. പിന്നെ എന്നും ഞാൻ വെള്ളം മാറ്റാറുണ്ട് കേട്ടോ, അല്ലെങ്കിൽ അതിന് തണ്ട അഴുകി പോവേ. ഇനിയിപ്പോൾ നമുക്ക് വേണമെങ്കിൽ എടുത്ത് വേറെ പോട്ടിലേക്ക് മാറ്റി നടണമെങ്കിൽ മാറ്റി നടാം. ഞാനിപ്പം മാറ്റി നട്ടില്ല, ഞാൻ വെള്ളത്തിൽ തന്നെ വെച്ചേക്കൊണ്ട്. എനിക്ക് വെള്ളത്തിൽ നിന്ന് എടുത്ത് മണ്ണിലേക്ക് മാറ്റി നടാൻ തോന്നിയില്ല കേട്ടോ. പിന്നെ നമ്മൾ ചിക്കൻ വാങ്ങിച്ചാൽ ചില സമയത്ത് ഞാൻ ഇങ്ങനെയാണ് ഫ്രൈ ചെയ്യണം കേട്ടോ. ചിക്കൻ നന്നായിട്ട് കഴുകി വരട്ടെ, അതിലേക്ക് കുറച്ച് മാറ്റി വെച്ചേട്ടോ. കുറച്ച് ഞാൻ ഇന്നത്തേക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചതാണ്. അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യും കേട്ടോ. ഒരു കാര്യം പറയാൻ പറ്റുപോയി, തവിടെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങളിപ്പോൾ കുറച്ച് നാളായിട്ട് തവിടെണ്ണ ഉപയോഗിക്കുന്നത്, അതുകൊണ്ടാണ് തവിടെണ്ണ ഒഴിച്ചത് കേട്ടോ. എന്നിട്ട് ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ മീൻ മറക്കണ പോലെ തിരിച്ചും മറിച്ചു വിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയോ ചെയ്യണം കേട്ടോ. എൻ്റെ ഒപ്പം എൻ്റെ അപ്പൂസും ഉടന്നിരിപ്പുണ്ട് കേട്ടോ. ഒരു റീചാർജബിൾ ഫാനാണേ, ആ ഫാനും പിടിച്ചുകൊണ്ട് ഇവിടെ നിന്ന് കളിക്കാനാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആ സമയത്ത് ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യുവാണേ. അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ ചൂടായി. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ ഈ ചിക്കൻ പുരട്ടി വെച്ചിട്ട് അപ്പം ഇനി ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കട്ടെ, നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം.
നമ്മളിതൊക്കെ ഫ്രൈ ചെയ്തതിന് ശേഷമേ ആ എണ്ണയിലേക്ക് തന്നെ കുറച്ച് പച്ചമുളക് അരിഞ്ഞതും സവാള അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണേ. അപ്പം എന്നിട്ട് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തതിനകത്തേക്ക് നമ്മൾ ഈ സവാള വഴറ്റിയത് കൊണ്ടിട്ട് കഴിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് വേണം ചോറിന് വേറെ കറിയൊന്നും വേണം കേട്ടോ. ഞങ്ങൾ ചിലപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാറ്, അങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കാറുണ്ട്. പക്ഷേ ഇന്ന് ഞങ്ങൾക്ക് ചോറിന് കറി നമ്മുടെ കാന്താരി ചമ്മന്തിയും ഈ ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. എനിക്ക് സമയമില്ലാത്ത കാരണം ഞാൻ ഇന്ന് സവാള വഴറ്റുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിൽ അത് പറയാൻ മടിക്കല്ലേ കേട്ടോ. കമൻറ്റ് വഴി അറിയിക്കണേ. അപ്പോൾ അടുത്ത വീഡിയോ മറ്റും നമുക്ക് വീണ്ടും കാണാമേ. അതുവരയ്ക്കും ബൈ ബൈ.